വനനിയമ ഭേദഗതി നടപ്പിലാക്കില്ലെന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്ത് മലയോര ജനത മുഖ്യമന്ത്രിക്ക് നന്ദി പറയുന്നതായി താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമജിയോസ് ഇഞ്ചനാനിയൽ. ജനങ്ങളെ ബോധ്യപ്പെടുത്തി സർക്കാർ മുൻപോട്ട് പോകുമെന്നും ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനത്തിലില്ലെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കി. മേഘമാധവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടെ 9 PM പൂർണ്ണമാവുകയാണ്. ശേഷം ന്യൂസ് നൈറ്റിൽ ആര്യ ചേരും. വനനിയമ ഭേദഗതി നടപ്പിലാക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയാണ് മലയോര ജനത. കർഷകരുടെ ആശങ്കകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ എടുത്ത തീരുമാനത്തിൽ വ്യാപകമായ പ്രതികരണമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയോട് നന്ദി പറഞ്ഞ് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമീജിയോസ് ഇഞ്ചനാനിയിൽ ഇന്ന് പ്രതികരണം നടത്തി. കർഷകരുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുഖ്യമന്ത്രി മനസ്സിലാക്കി അതിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതായും താമരശ്ശേരി രൂപത ബിഷപ്പ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ തീരുമാനം വളരെ സ്വാഗതാർഹം. ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. ഒരു ഇടുത്തി ഞങ്ങളുടെ കർഷകരുടെ പാവപ്പെട്ടവരുടെ മേൽ വന്ന് വീണു എന്ന് ഞങ്ങൾ വിചാരിക്കുമ്പോൾ, ഭീതിയോടുകൂടി ഇരിക്കുമ്പോൾ ഒരു കുളിർ മഴ എന്നതുപോലെ വലിയ ആശ്വാസത്തിൻ്റെ ഒരു തെന്നൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലെ പത്രസമ്മേളനത്തിലുള്ള പ്രഖ്യാപനം. അത് വലിയ സന്തോഷം ഞങ്ങൾക്ക് നൽകുകയാണ്. ഞങ്ങളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും മുഖ്യമന്ത്രി മനസ്സിലാക്കുകയാണ്. PV അൻവറിന്റെ രാജി ഈ തീരുമാനത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. PV അൻവറിനു വേണ്ടി നിരവധി ചോദ്യങ്ങളും അതിൽ ഉയർന്നിരുന്നു. എന്നാൽ PV അൻവറിന്റെ രാജിക്ക് മുൻപേ തന്നെ ഈ തീരുമാനം നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അറിയിച്ചതായും ബിഷപ്പ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷെ അതിനെല്ലാം മുൻപ് തന്നെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇത് നിയമം ഞങ്ങൾ നടപ്പിലാക്കുകയില്ല എന്ന് ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. തീരുമാനത്തിൽ സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് തലശ്ശേരി രൂപത ബിഷപ്പ് മാർ ജോസഫ് പാപ്ലാനിയും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ മന്ത്രി എ.കെ. ശശീന്ദ്രനും ഇന്ന് പ്രതികരണം നടത്തി. ജനങ്ങളോട് ഒരു തരത്തിലുള്ള യുദ്ധപ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ല. ജനങ്ങളുടെ വികാരങ്ങളെ അനുസരിച്ചുകൊണ്ടുള്ള തീരുമാനം മാത്രമേ സർക്കാർ കൈക്കൊള്ളുകയുള്ളൂ എന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇന്ന് പ്രതികരിച്ചു.